ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച ഗൺമാൻമാരുടെ വിഷയം കുറേ മാസങ്ങളായി നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ UDFന്റെ സർക്കാർ അധികാരത്തിൽ വരുന്നു, മുഖ്യമന്ത്രി VD സതീശനാകുന്നു, അതുപോലെ തന്നെ ആഭ്യന്തരം രമേശ് ചെന്നിത്തലയുടെ കൈകളിലെത്തുന്നു. അതോടുകൂടി ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിടുന്നു, പുതിയൊരു SIT സംഘത്തെ നിയോഗിക്കുന്നു. ഇപ്പോൾ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശമാണ് എനിക്ക് കൗതുകകരമായി തോന്നിയത്. നവകേരള സദസ്സിന്റെ കാലത്ത് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കിയ പോലീസുകാരെ കുറ്റവാളികളാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എന്നുള്ള വലിയ ആരോപണമാണ് വസീഫ് ഉന്നയിക്കുന്നത്. അപ്പോൾ എന്താണല്ലേ നമ്മുടെ UDF സർക്കാർ പാവപ്പെട്ട പോലീസുകാരെ കുറ്റാരോപിതരാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതെ, അതായത് വസീഫിന്റെ ഒരു വിഷൻ വെച്ച് നോക്കുമ്പോൾ UDF പ്രതികാരം വീട്ടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവർ ചെയ്തതിനെല്ലാം തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇവർക്ക് ഒരു വിക്ടിം കാർഡ് ഇറക്കാനുള്ള ഒരു അവസരം, അതുമാത്രമാണ് ഈ വസീഫിന്റെ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവരെന്തൊക്കെ ഒരു 10 വർഷം എന്തൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, എന്തൊക്കെ കൊള്ളരുതായ്മ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഇതിനെ ഒന്ന് ന്യായീകരിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ അതിനെതിരെ ഒരു ശരിക്കുള്ള ഒരു ആക്ഷൻ വന്നപ്പോൾ, അവർക്ക് അതിനെതിരെ നടപടി വന്നപ്പോൾ അവർ ആ ചെയ്തികളെ ഒന്നും കൂടി ന്യായീകരിക്കുകയാണ്. അതെ, ഇപ്പൊ കേരളത്തിൽ ഒട്ടാകെ വലിയ പ്രതിഷേധവും അതുപോലെ തന്നെ ഒരു ഹേറ്റ്രഡ് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന നവകേരള സദസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നവകേരള ബസ്സിലുള്ള മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും യാത്ര വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒന്ന് തന്നെയായിരുന്നു. അന്നേ നമുക്ക് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത നമുക്കറിയാം, നമുക്ക് എത്രത്തോളം കടമുണ്ട് എന്നുള്ള കാര്യം അറിയാം. കഴിഞ്ഞ 10 വർഷങ്ങളോളമായി കുറേയധികം ധൂർത്ത് ഖജനാവിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് സർക്കാരിന്റെ ഭാഗമായി. അതുകൊണ്ട് തന്നെ 1.5 കോടിയുടെ ബസ്സിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പോകുന്നതിനോട് സ്വാഭാവികമായ എതിർപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേരളമാണ്, നമുക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ അത് ക്രിയാത്മകമായും അതുപോലെ തന്നെ അക്രമമില്ലാതെയും പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള എല്ലാ അവകാശവും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനുള്ളതുപോലെയും നമ്മുടെ കേരളത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിക്കുന്ന സംഭവം ഉണ്ടായത്. ഇപ്പോൾ കരിങ്കൊടി പ്രയോഗം തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഗവർണർ പോകുന്ന വഴികളിലെല്ലാം കരിങ്കൊടിയും കൊണ്ട് നിൽക്കുന്ന SFIക്കാരെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എന്ത് കോസ് ആണെങ്കിലും പ്രതിഷേധം നടത്തുന്നത്, കരിങ്കൊടി കാണിക്കുന്നതൊക്കെ ഈ രാഷ്ട്രീയമുള്ളിടത്തോളം അത്രയും കാലം നമ്മൾ എല്ലാവരും കാണുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധ രീതി മാത്രമാണ്. ഇപ്പോൾ ആലപ്പുഴയിലെത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് തടയുക മാത്രമല്ല ചെയ്തത്, ലാത്തിയേക്കാൾ വലിപ്പമുള്ള കമ്പുകൾ കൊണ്ട് ഗൺമാൻമാർ ഇറങ്ങി മർദ്ദിക്കുന്ന സംഭവം കണ്ടു. എന്നിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് അവരെ രക്ഷാപ്രവർത്തനമായിരുന്നു, ബസ്സിന് മുന്നിൽ അവർ വീണ് മരിച്ചെങ്കിൽ, എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ആരുത്തരം പറയുമായിരുന്നു എന്നുള്ള വിചിത്രമായ ന്യായീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അവരറിഞ്ഞില്ല ഈ അടികൊണ്ടവൻ MLA ആകും എന്നും അതുപോലെ തന്നെ ഈ പാർട്ടി, അവർ വിശ്വസിക്കുന്ന പാർട്ടി അധികാരത്തിൽ വരുമെന്നും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുമ്പോൾ അവർ ചെയ്തത് തെറ്റാണെന്നും ഈ ഗൺമാൻമാർ അവരെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നുവെന്നും കാണിച്ചത് വലിയ അക്രമമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ കാലം നേടിയെടുത്ത കാവ്യനീതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രത്തോളം കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അവർ ചെയ്തത് തെറ്റാണെന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്ക് ഉണ്ടാകുമ്പോൾ പോലും DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നിരുന്ന് പറയുകയാണ് വെറുതെ കുറ്റവാളികളാക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ആരാണ് കുറ്റവാളിയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്? ആരും കുറ്റവാളികളാക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർ ചെയ്ത തെറ്റിനുള്ള കുറ്റവാളികളാണ്. എന്തിനേറെ പറയുന്നു, ഇപ്പോ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അദ്ദേഹം പോലും ഇതിനെ ഒരു രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറയുന്നില്ല. MV ഗോവിന്ദൻ ഇതിനെ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറയുന്നില്ല. ഈ ഒരു തലക്കൂട്ടം മാത്രമാണ് ഈ ഒരു രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കാരണം ഇവരാണ് ഈ ചെടിച്ചട്ടി കൊണ്ട് ഹെൽമെറ്റ് കൊണ്ടും ഈ പ്രതികരിക്കാൻ എത്തിയവരുടെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. നമ്മുടെ കഴുത്തിന് മുകളിലേക്ക് മർദ്ദിച്ചാൽ അത് കൊലക്കുറ്റം, അതിന് FIR ചെയ്യാവുന്നതാണ്. അത് പോലീസ് കൊലപാതക ശ്രമമായി രേഖപ്പെടുത്താം. ഒരു ജാമ്യമില്ലാ വകുപ്പ് പോലും ചുമത്താതെ ഇവരെ ഫ്രീ ആയിട്ട് അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ സുജിത് ഭക്തന്റെ ഒരു ഇന്റർവ്യൂവിലും പിണറായി വിജയൻ പറയുന്നുണ്ടായിരുന്നു, കേറി വാടാ മക്കളെ എന്ന് പറയുന്ന രീതിയിൽ. അതുപോലെ അടിച്ചു പൊളിക്കടാ മക്കളെ എന്നാണ് മൗനാനുവാദത്തോടു കൂടിയാണ് ആ നവകേരള ബസ്സിൽ 21 മന്ത്രിമാര് മുഖ്യമന്ത്രി കടന്നുപോയത്. ആ ഒരു മന്ത്രിയും ഈ ഒരു നവകേരള സദസ്സിലെ അതിക്രമത്തിനെ അപലപിച്ചിട്ടില്ല. ഇപ്പോൾ അതിനെ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുമില്ല. അതെ, ഇപ്പൊ ഈ സഖാക്കന്മാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. തെളിവുകൾ മുന്നിലുണ്ടെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് സ്വന്തം കണ്ണുകൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും വീഡിയോ സഹിതം പുറത്തു വന്നാൽ പോലും അതങ്ങനെയല്ല,
എന്ന് കണ്ണടച്ചിരുട്ടാക്കാനുള്ള എന്തോ ഒരു പ്രത്യേക കഴിവ് ഇവർക്കെല്ലാം ഉണ്ട്. അത് മേഘ ഇവരെ ജയിച്ചെന്ന് അറിയാലോ. നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കില്ല. അവർ നമ്മളോട് പറയുന്നത് നിങ്ങളാണ് തോറ്റത്, ഞങ്ങളല്ല എന്നാ പറയുള്ളൂ. അതുപോലെ തന്നെ ഈ അന്ധനായ ഒരു രാജാവ് രാജ്യത്തിലുണ്ടെങ്കിൽ പ്രജകളുടെ കാര്യത്തിൽ കഷ്ടമായിരിക്കുമല്ലോ. കാരണം അദ്ദേഹത്തിന് മുന്നിലാണ് ഇതുപോലത്തെ ഒരു അക്രമം നടന്നത്. എന്നിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹം, ആഭ്യന്തരം കയ്യിലുള്ള മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. പോലീസിന് ഒരു നിർദ്ദേശം കൊടുക്കാമായിരുന്നു, അധികം മർദ്ദനമുറകൾ വേണ്ട, കഴിവതും പിടിച്ചു മാറ്റിയാൽ മതി. പക്ഷെ ഈ നവകേരള ബസ് കടന്നു പോയതിനു ശേഷവും ഇവർ മർദ്ദനം തുടർന്നു. അത് പ്രീ പ്ലാൻഡ് ആണെന്ന് വേണം നമുക്ക് വിചാരിക്കാം. SFI DYFI പ്രവർത്തകർ ചേർന്ന് ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. പോലീസുകാർ മർദ്ദിക്കുന്നത് ഓക്കെ, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്നതല്ല. ഒരു കാര്യമുണ്ട് ആഷിഖ്, ഇപ്പോ ഗവർണർ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കാവ്യവൽക്കരണം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള സമരമുറകൾ SFI തുറന്നുവിടുന്നത്. പല സ്ഥലങ്ങളിലും ഒരിടയ്ക്ക് എല്ലാ ദിവസവും പലയിടത്ത് വെച്ച് കരിങ്കൊടി കാണിക്കുന്നു, വണ്ടി തടഞ്ഞു നിർത്തുന്നു, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 6-7 മാസങ്ങൾക്ക് മുൻപ് ഗവർണർ വണ്ടി നിർത്തി പുറത്തിറങ്ങി നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഷൗട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പോലും SFI നേതാക്കളെ എങ്ങനെയാണ് പോലീസ് ഹാൻഡിൽ ചെയ്തത്? ഇപ്പോ ഗവർണർക്ക് കൊടുക്കേണ്ട സുരക്ഷ എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ VVIP കാറ്റഗറി സുരക്ഷയുള്ള അദ്ദേഹത്തിന്റെ പോലീസോ ഗൺമാൻമാരോ പോലും ഈ പറഞ്ഞ SFI നേതാക്കളെ തൊടാനോ ആക്രമിക്കാനോ ഒരു മോശം രീതിയിൽ അവരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു രീതിയിലേക്കോ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ എവിടെയാണ് മുഖ്യമന്ത്രിക്ക് ഈ പ്രിവിലേജ് ഉണ്ടാകുന്നത് ഗൺമാൻമാർക്ക് മർദ്ദിക്കാൻ? അതുപോലെ തന്നെ അവരുടെ പാർട്ടിയുടെ അവരുടെ യുവജന സംഘടനകളുടെ നേതാക്കന്മാർക്ക് ഈ പറഞ്ഞ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ എവിടെയാണ് അധികാരം കൊടുക്കുന്നത്? പോലീസുകാർക്ക് ഈ നാട്ടിൽ ജീവിച്ചു പോകണ്ടേ? കാരണം DYFIയോ അല്ലെങ്കിൽ SFIയോ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അതിന് ഒരു അറിയിപ്പ് ലഭിച്ചാൽ പോലും സ്റ്റേഷൻ കയറി ആക്രമിക്കുന്ന കൂട്ടരാണ്. അതെ അതെ അതെ, നമ്മുടെ പഴയ നക്സൽ സ്വഭാവമുള്ള ഒരു വർഗത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു DYFI SFI. ഒരു നയിക്കാൻ അല്ലെങ്കിൽ ഒരു അടക്കി നിർത്താൻ നേതാവില്ലാത്തടത്തോളം കാലം അഴിച്ചുവിട്ട തുടല് പൊട്ടിച്ച നായകൾക്ക് തുല്യമാണ് ഈ DYFI SFI പോലുള്ള യുവജന സംഘടനകൾ. അതെ, കഴിഞ്ഞ 10 വർഷം അധികാരം കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവർക്കെല്ലാം മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിക്കും ഉണ്ടായിരുന്നത് പോലെ തന്നെയുള്ളൊരു ധാർഷ്ട്യം ഈ പറഞ്ഞ കുട്ടി സഖാക്കന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ രക്ഷിക്കാൻ മുകളിൽ ഒരാൾ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ കണ്ട അക്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിനൊരു കടിഞ്ഞാൺ വീഴുകയാണ്. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള ചോദ്യം അവർക്ക് തന്നെ ഉണ്ടാകുന്നു. ഇപ്പോൾ പാലക്കാട് തോൽവിക്ക് ശേഷം അവിടുത്തെ പാർട്ടി ഓഫീസിൽ നിന്ന് കുപ്പിയെടുത്തെറിയുകയും പോലീസുകാർ തിരിച്ചടിക്കുന്ന സംഭവം ഉണ്ടായി. അവരെന്തുകൊണ്ട് കുപ്പിയെടുത്തെറിഞ്ഞു? തിരിച്ചടി ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു. ആ തലേ ദിവസം വരെ ഉണ്ടായിരുന്ന പാർട്ടിയോടുള്ള വിശ്വാസം, പാർട്ടി ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് അവരത് ചെയ്തത്. പക്ഷെ പോലീസ് തിരിച്ചടിക്കും. കാരണം ഈ 10 വർഷം അവർക്കും ഈ പറഞ്ഞ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഒന്നും വേണ്ട പോട്ടെ. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ കിടന്ന ഒരു ജീപ്പിനുള്ളിൽ താമസിച്ച 4 പോലീസുകാർ അവർക്ക് ഒരു മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന നൽകാൻ ഈ ഒരു കേരള മുഖ്യമന്ത്രിക്ക് സാധിച്ചിരുന്നില്ലേ? അതെ, കഴിഞ്ഞ 10 വർഷങ്ങൾ ഞങ്ങൾ ഈ ന്യൂസ് കാണുമ്പോൾ ഞെട്ടലായിരുന്നു. എന്തുകൊണ്ട് ഇത് 10 വർഷങ്ങൾ ഇത് അറിയാതെ പോയി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട്. ഒരാള് മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ പോയി നോക്കില്ല എന്താണ് അവസ്ഥ എന്നുള്ളത്. ശരിക്കും ഇതിനെപ്പറ്റി ഞാൻ രോഹിത്തേട്ടനോട് സംസാരിക്കുമ്പോൾ രോഹിത്തേട്ടൻ എന്നോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ വീട് ഇതാണെന്ന് മേഘ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാരണം ഒരു മാധ്യമങ്ങൾക്കും ആ ഏരിയയിൽ പോലും പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഏകാധിപത്യത്തിന്റെ അന്ത്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ UDFന്റെ സർക്കാർ പരാജയമാണെങ്കിലും അതുപോലെ തന്നെ വിജയമാണോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഔട്ട്കം എന്തോ ആകട്ടെ, പക്ഷെ ഒരു വലിയൊരു ഏകാധിപത്യത്തിലേക്കുള്ള യാത്രയാണ് അവിടെ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് UDFന്റെ സർക്കാരിൽ ജനത്തിന് വിശ്വാസം ഉണ്ടാവുന്നത്.